ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം, നിക്ഷേപം എന്നീ മേഖലകളിൽ കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും UAEയും. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.3% ഉയരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ വഴി 52,300 കോടിയിലേറെ രൂപയുടെ വായ്പകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. BJP വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ബജറ്റ് ഈ മാസം 29-ന്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 61 റൺ ജയം. വാർത്തകൾ വിശദമായി. ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ ഉയർത്താൻ ഇന്ത്യയും UAEയും തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചട്ടക്കൂട് കരാർ പൂർത്തിയാക്കുന്നതിനുള്ള താൽപര്യപത്രം ഒപ്പുവച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ബഹിരാകാശ അടിസ്ഥാന സൌകര്യ വികസനം, വാണിജ്യവൽക്കരണവും സംബന്ധിച്ച സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചുള്ള താൽപര്യപത്രവും ഒപ്പുവച്ചു. അബുദാബിയിൽ ഇന്ത്യൻ കലാപൈതൃകം, പുരാവസ്തു പ്രദർശനം എന്നിവ ഉൾപ്പെടുന്ന മ്യൂസിയം സ്ഥാപിക്കും. SPCL ഇന്ത്യയും അഡ്നോക് ഗ്യാസ് UAEയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചതായും ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാൻ ധാരണയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. Two leaders decided to facilitate exports of the MSME industries to the West Asian, African and Eurasian regions, and both sides will look to working expeditiously on several initiatives including BharatMart, the virtual trade corridor and the Bharat Africa Setu initiatives. DP World and the First Abu Dhabi Bank have been granted permissions to open their offices and operations in Gift City in Gujarat. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.3% അന്താരാഷ്ട്ര നാണയനിധി. 4ാം പാദത്തിലെ ശക്തമായ മുന്നേറ്റമാണ് ഈ വർധനവിൽ പ്രതിഫലിക്കുന്നതെന്ന് IMF അറിയിച്ചു. IMFന്റെ ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പ്രകാരം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മുൻപത്തെ കണക്കുകളേക്കാൾ 0.7% വർദ്ധിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിലെ പ്രതീക്ഷിച്ചതിലും മികച്ച കോർപ്പറേറ്റ് വരുമാനവും 4ാം പാദത്തിലേക്കുള്ള ശക്തമായ കുതിപ്പുമാണ് ഈ വർധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥ താരിഫ് ആഘാതങ്ങളെ വലിയ തോതിൽ അതിജീവിച്ചതായി IMF സൂചിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 6.6% വളർച്ചയായിരുന്നു IMF നേരത്തെ പ്രവചിച്ചിരുന്നത്. അതേസമയം 2026-27 വളർച്ചാ നിരക്ക് 6.4% IMF പറയുന്നു. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വിവിധ പൊതുമേഖലാ ബാങ്കുകൾ 52,300 കോടിയിലേറെ രൂപയുടെ വായ്പകൾ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കാണിത്. MSMEകളുടെ അടിസ്ഥാന വായ്പാ അവലോകന മാതൃകയ്ക്ക് പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ വർഷം തുടക്കമിട്ടിരുന്നു. ഇത് വായ്പാ നടപടികൾ കൂടുതൽ സുഗമമാക്കിയതായും ധനമന്ത്രാലയം അറിയിച്ചു. ഈ മാസം 3 മുതൽ 18 വരെ മൌനി അമാവാസി സീസണിൽ ഇന്ത്യൻ റെയിൽവേ 244 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തി. 4,50,000-ലധികം യാത്രക്കാർ സഞ്ചരിച്ചു. അവസാന ദിവസം പ്രയാഗ്രാജിലേക്കുള്ള 1,00,000 യാത്രക്കാരുമായി 40 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പാതയിൽ ഓവർഹെഡ് ഇലക്ട്രിഫിക്കേഷൻ മാസ്റ്റുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്തെ ആദ്യ അതിവേഗ വൈദ്യുത ട്രെയിനുകൾക്കായുള്ള സുപ്രധാന ചുവടുവയ്പും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പുരോഗതിയുമാണ് ഇതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തെക്കൻ ഗോവയിലെ ദബോലിം അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സിവിലിയൻ ഗതാഗതത്തിനായി പ്രവർത്തിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പുതുതായി കമ്മീഷൻ ചെയ്ത മോപ്പയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സിവിലിയൻ വിമാനങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനായിരുന്നു യോഗം.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മാർച്ച് 26 വരെ 32 ദിവസം നീളുന്ന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയാണ്. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. അന്തിമ ഉപധനാഭ്യർത്ഥനകളെയും ബജറ്റിനെയും സംബന്ധിച്ച 2 ധനവിനിയോഗ ബില്ലുകൾ സഭയിൽ പാസാക്കും. കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് തിരുനാവായിൽ നിള ആരതി ആരംഭിച്ചു. മഹാമാഘം അവസാനിക്കുന്ന ഫെബ്രുവരി 3 വരെ എല്ലാ ദിവസവും സന്ധ്യാസമയത്തായിരിക്കും ആരതി. ആലപ്പുഴയിലെ പ്രസിദ്ധമായ അർത്തുങ്കൽ ബസിലിക്കയിലെ തിരുനാൾ ഇന്ന്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മകരവിളക്ക് കാലത്തിന് സമാപനം. ശബരിമല നട ഇന്ന് രാവിലെ അടച്ചു. തിരുവാഭരണ മടക്ക ഘോഷയാത്ര ആരംഭിച്ചു. കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട അടുത്ത മാസം 12-ന് വീണ്ടും തുറക്കും. BJP വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക്. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിബിന്റെ പേര് മാത്രമാണ് ഉയർന്നു വന്നതെന്ന് ദേശീയ വരണാധികാരി K. ലക്ഷ്മൺ അറിയിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടക്കും. നിലവിലെ അധ്യക്ഷൻ JP നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സിനെ 61 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് നേടി. ഗുജറാത്ത് ജയന്റ്സിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഇന്ന് വഡോദരയിൽ നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. അസമിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. കേരള പോലീസ് താരം G. സഞ്ജുവിന്റെ നേതൃത്വത്തിൽ 22 താരങ്ങൾ ഉൾപ്പെടെ 28 പേരാണ് സംഘത്തിലുള്ളത്. നാളെ മുതൽ ഫെബ്രുവരി 8 വരെയാണ് മത്സരങ്ങൾ. കേരളത്തിന്റെ ആദ്യ മത്സരം 22-ന് പഞ്ചാബിനെതിരെ നടക്കും. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. നാളെ രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തയ്യാറെടുത്ത് രാജ്യം. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ഓളം പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സ്റ്റാർട്ടപ്പുകൾ, സ്വാശ്രയ ഗ്രൂപ്പുകൾ, വിവിധ സർക്കാർ സംരംഭങ്ങൾക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ എന്നിവർ അതിഥികളായി പങ്കെടുക്കും. വരുമാനത്തിലും തൊഴിൽ സൃഷ്ടിക്കലിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾ, അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ, പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകർ, PM സ്മൈൽ സ്കീമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പ്രത്യേക അതിഥികളാകും. ഉത്സവകാലങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. ടിക്കറ്റ് വിലയിലെ അമിത വർധനവ് വിമാന കമ്പനികളുടെ ചൂഷണമാണെന്ന് വിലയിരുത്തിയ പരമോന്നത കോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും DGCAയുടെയും മറുപടി ആരാഞ്ഞു. ഹർജി കോടതി ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം, നിക്ഷേപം എന്നീ മേഖലകളിൽ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും UAEയും. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.3% ഉയരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. രാജ്യത്തെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ വഴി 52,300 കോടിയിലേറെ രൂപയുടെ വായ്പകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. BJP വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ബജറ്റ് ഈ മാസം 29-ന്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 61 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.